ഇത് ഇന്നലെ കട്ട് ചെയ്തെടുത്ത കുറച്ച് ബോഗൺവില്ലയുടെ കമ്പുകളാണ്. ഇത് വെള്ള കളറാണ്, ഇതൊരു മഞ്ഞ കളറ്, പിന്നെ ഒരു റെഡ്, അങ്ങനെ 3 കളറുള്ള ബോഗൺവില്ലാസ് ഇന്നലെ നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഈ കമ്പിൽ നിന്ന് എങ്ങനെ വേര് പിടിപ്പിക്കാമെന്ന് നോക്കാം. ഈ കമ്പ് ഏകദേശം നട്ട് വച്ചിട്ട് 1 മാസത്തോളമായി. ഇപ്പോൾ ഇതിൽ നല്ല രീതിയിൽ വേരുകളെല്ലാം വന്നിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ നോക്കിയാൽ നന്നായിട്ട് അറിയാൻ പറ്റും വേരുകൾ വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഗ്ലാസ്സിൽ നടുവാണെങ്കിൽ ഇതിൽ വേരുകൾ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ഗ്ലാസ്സുകൾ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കുപ്പികളും കട്ട് ചെയ്ത് നടാവുന്നതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ കളക്ട് ചെയ്ത കമ്പുകളാണ് ഞാൻ ഇതുപോലെ നട്ട് വച്ചേക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് നട്ടിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് വേര് പിടിപ്പിക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ മണലില്ല, ഇത് മഴയത്തൊക്കെ ഒലിച്ച് വരുന്ന മേൽമണ്ണാണ്. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ ഞാനിതെടുത്ത് ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലുള്ള ചെടികളൊക്കെ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ വേറൊരു വളവും ചേർത്തിട്ടില്ല, വെറും മേൽമണ്ണ് മാത്രമാണ്. ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മണൽ ഉപയോഗിക്കുന്നത്. ഇതിൽ വെള്ളം വാർന്നു പോകാനായിട്ട് കുറച്ച് ഹോൾസുകൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലുള്ള സുതാര്യമായ ഗ്ലാസ്സുകളിലോ കുപ്പികളിലോ ഒക്കെയാണ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് നടുന്നതെങ്കിൽ നമുക്ക് വേര് വരുന്നതെല്ലാം നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഗ്ലാസ്സുകൾ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് തന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ പശപ്പ് കുറവാണ്, മണലായതുകൊണ്ട് തന്നെ വെള്ളം വാർന്നു പൊക്കോളും. സൈഡിലുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം നടുന്നതിന് മുമ്പായിട്ട്. ഈ ചെത്തി ഭാഗം നമുക്ക് ഈ മണ്ണിലോട്ട് നട്ട് കൊടുക്കാം. നട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് അമർത്തി ആ കമ്പ് അനങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉറപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു കവറിട്ട് മൂടിയതിന് ശേഷം ഏതെങ്കിലും തണലത്ത് വയ്ക്കാവുന്നതാണ്. ഈ കമ്പ് നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇതും അതേ കണക്ക് നട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വേരാവാൻ ഏകദേശം 1 മാസത്തോളം എടുക്കും. അപ്പം ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റാവൂ. അതുവരെ ഇതിൽ നിർത്തി തന്നെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചെടിച്ചട്ടിയിലോട്ട് മാറ്റുന്ന വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ മുള്ളും ഇലയെല്ലാം കട്ട് ചെയ്ത് കളയാം. എങ്കിലേ കവറിട്ട് നിർത്താൻ നല്ല പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കവറ് മുള്ളിൽ കുരുങ്ങിയിട്ട് കീറിപ്പോകും.
നഴ്സറികളിൽ നിന്നും മറ്റും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ബോഗൺവില്ല നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ അതിൻ്റെ പല കളറും നമുക്ക് തന്നെ പിടിപ്പിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു കവർ എടുത്തിട്ട് കവറിനകത്തൊരു കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലോട്ട് മൂടി കൊടുക്കാൻ. ഈ ചെടി അനങ്ങാതെ വേണം ഇതിലോട്ട് മൂടി കൊടുക്കാൻ. ഈ കുത്തി വെച്ച കമ്പ് അനങ്ങാതെ നമുക്കിത് ഇതിലോട്ട് മൂടി കൊടുക്കാം. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ കവറെടുത്ത് മാറ്റിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് ചെടിയിൽ ചെറിയ രീതിയിലുള്ള പൊടിപ്പെല്ലാം വന്ന് കാണും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വേറൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നടാവൂ. ഈ കവർ വെച്ച് ഇങ്ങനെ മൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കമത്തി വെച്ചാലും മതിയാകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.